നമ്മുടെ പ്രപഞ്ചമെന്ന് പറയുന്നത്, നമ്മുടെ സ്പേസ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ സ്പേസിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങളും ഓരോ ചെറിയ വസ്തുക്കളും ഇതെല്ലാം വളരെ നിഗൂഢത നിറഞ്ഞതാണ്. അതുപോലെ തന്നെ വളരെയേറെ നമുക്കെല്ലാം ഇതിൽ നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ആകാംക്ഷ തരുന്ന കുറേ വിഷയങ്ങളുമുണ്ട്. ഈ സ്പേസിനെ കുറിച്ച് തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഗവേഷകർ ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ചിലതൊക്കെ സത്യമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇത് പൊട്ടിപ്പൊളിയുമോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് പറയാൻ തക്ക ഒരു കാരണമില്ലാത്ത വേറൊരു സിദ്ധാന്തമാണ് ഹാളോ മൂൺ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് തന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് സ്പേസിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളുടേതായിരിക്കുമോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ നമ്മളെ നിരീക്ഷിക്കാൻ അയക്കുന്നതായിരിക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് തിയറികൾ അല്ലെങ്കിൽ ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് ആശയങ്ങളും നമ്മുടെ സാധാരണ ഒരു മനുഷ്യനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന പഠിക്കുന്ന ഒരുപാട് മനുഷ്യരും ഇങ്ങനെ പറയുന്നുണ്ട്. അത്തരത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു തിയറികളിൽ ഒന്നാണ് ഹാളോ മൂൺ തിയറി, അതായത് പൊള്ളയായ ചന്ദ്രൻ എന്നുള്ള ഒരു സിദ്ധാന്തം. രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങി നല്ല നല്ല നിലാവെളിച്ചം തൂകി നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വസ്തു അതൊരു കരവസ്തു അല്ലെന്നും ഒരു പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതുവരെ അതിൻ്റെ പഠനങ്ങളൊന്നും നേരെ ചൊവ്വേ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഫുൾ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല സിദ്ധാന്തങ്ങളെയും നമ്മൾ അംഗീകരിക്കേണ്ടിയും വരും, പുറന്തള്ളേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു സിദ്ധാന്തമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഹാളോ മൂൺ തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചന്ദ്രൻ അഥവാ ഈ മൂൺ എന്ന് പറയുന്നത് അകം പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവാണ്. ആ വസ്തുവിനുള്ളിൽ ഏലിയൻസ് താമസിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹാളോ മൂൺ തിയറി. ഈ ഒരു സിദ്ധാന്തം ഉയർന്നു വന്നത് നമ്മുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷമാണ്. 1962 അപ്പോളോ 12 ദൗത്യത്തിന് ശേഷം ചന്ദ്രനിൽ നടക്കുന്ന ഭൂകമ്പങ്ങളെ അളക്കുവാൻ വേണ്ടി നമ്മൾ ചില ഭൂകമ്പ മാപിനികൾ ചന്ദ്രനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂകമ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുവാൻ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു യന്ത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂകമ്പ മാനികളിൽ കിട്ടിയിരിക്കുന്ന തരംഗമെന്ന് പറയുന്നത് വളരെ ഒരു സാധാരണമായിട്ടുള്ള തരംഗങ്ങളല്ലായിരുന്നു. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ശബ്ദം, അതായത് ഒരു മണി മുഴങ്ങുന്നത് പോലെയുള്ള ആ ഒരു സൗണ്ട് ഏകദേശം 1 മണിക്കൂറോളം നേരം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പാറക്കെട്ടുകളും നിറഞ്ഞിട്ടുള്ള ഒരു ഖരവസ്തുവാണെങ്കിൽ ഇങ്ങനെയൊരു മുഴക്കം ഉണ്ടാകില്ല എന്നാണ് ചിലർ വാദിക്കുന്നത്. ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവിന് മാത്രമേ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ലോഹഗോളമാണെന്നുമാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് തിയറികൾ അന്നത്തെ കാലത്ത് പുറത്തു വന്നിരുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികൾക്ക് താമസിക്കാനും അതുപോലെ തന്നെ അവർ താമസിച്ചുകൊണ്ട് ഭൂമിയെ നിരീക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേടകമാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു വാസഗ്രഹമാണെന്നുമാണ് ചിലർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു കൂറ്റൻ പേടകമാണെന്നും അങ്ങനെ ഒരു പേടകമായതുകൊണ്ടാണ് ഇത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ടും ഭൂമിയെ ഒരു നിശ്ചിത പാതയിൽ അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് ഈ ഒരു കാര്യം അറിയാമെന്നും ഇവർ മനഃപൂർവ്വം ഇത് ലോകത്തിന് മുന്നിൽ മറച്ചു വെക്കുകയാണെന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഹോളോമോൺ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളും ഇതുവരെ ലഭ്യവുമല്ല. പക്ഷേ ഈ ഒരു ഹോളോമോൺ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറച്ച് നിരീക്ഷണ സത്യങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള കുറച്ച് പഠനങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ചന്ദ്രനിലെ പാറകളുടെ ഘടനയാണ്. ചന്ദ്രനിലെ പാറകളുടെ ഘടനയെന്ന് പറയുന്നത് ഭൂമിയുടെ പാറയുടെ ഘടനയേക്കാൾ ഒരുപാട് വ്യത്യാസമുള്ളതാണ്. അതുപോലെ തന്നെ ചന്ദ്രനിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണ്. കൂടാതെ അതിൻ്റെ ഉപരിതലത്തിലെ പാറകളുടെ അടിയിൽ പൊടിപടലങ്ങളും പൊട്ടലുകളും നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഭൂകമ്പ തരംഗങ്ങൾ ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധാരണ പാറക്കെട്ടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അവ ഒരു മണിമുഴക്കം പോലെ കേട്ടത്. ചന്ദ്രൻ്റെ ശരാശരി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ വളരെ കുറവാണ്.
ഭൂമിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ ചന്ദ്രൻ്റേത് ഏകദേശം 3.3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇത് ചന്ദ്രൻ്റെ ഉള്ളിൽ വലിയ നിലവറയാണെന്നോ അല്ലെങ്കിൽ വലിയ ഒരു ഹോളോ ആണെന്നോ ഒന്നും അതിനെ സ്വാധീനിക്കുന്നില്ല. മറിച്ച് ചന്ദ്രൻ്റെ കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ കാമ്പിനേക്കാൾ ചെറുതായതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ഡെൻസിറ്റിയുടെ വ്യത്യാസം വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്നത്. ഇതുവരെ നിലവിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചത് ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കരവസ്തുവാണെന്നാണ്. അതിൽ ഒരു സോളിഡ് കോറുണ്ട്, ഒരു മാൻഡിലുണ്ട്, ഒരു ക്രസ്റ്റുമുണ്ട്. ഹോളോമൂൺ തിയറി എന്ന് പറയുന്നത് ഒരു ജനപ്രിയ ഗൂഢാലോചന തത്വ സിദ്ധാന്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവോ യാതൊരു അടിത്തറയോ ഇല്ല. ചന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ പേറുന്ന ഒരു ആകാശ ഗോളമാണ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും നിലവിലെ പഠനങ്ങളുടെ റിസൾട്ട് വെച്ച് അതൊരു ആകാശ ഗോളമാണ്.